എല്ലാവർക്കും സേതു കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ചായക്കടയിലൊക്കെ പോയി കഴിക്കുന്ന പഴംപൊരി അതേ രുചിയിൽ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ആൾ ബട്ടൺ തന്നെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യം നമുക്ക് ഏത്തപ്പഴം വേണം. ഞാനൊരു 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. ഇനി ഈ ഏത്തപ്പഴം ഒന്ന് 3 കട്ട് ചെയ്തെടുക്കണം. ഒന്ന് തൊലിയൊന്നും കളഞ്ഞിട്ട് നമുക്കിതൊരു 3 ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അത് കട്ടി കുറഞ്ഞിട്ട് വേണം ചെയ്യാൻ. പിന്നെ പഴംപൊരി ഉണ്ടാക്കാൻ നല്ല പഴുത്ത ഏത്തക്കയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഇത് നന്നായി പഴുത്തതാണ്, പക്ഷേ ഇതിൻ്റെ തൊലിയൊന്നും കറുത്തിട്ടില്ല. നല്ല പഴുത്ത ഏത്തപ്പഴമാണ് എടുത്തത്. ഇതുപോലെ നമുക്ക് 3 കട്ട് ചെയ്തെടുക്കാം. കണ്ടോ? ഇനി ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള ഏത്തപ്പഴവും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പഴംപൊരിക്ക് ആവശ്യമുള്ള ബാറ്റർ തയ്യാറാക്കാം. ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ആട്ട ചേർത്ത് കൊടുക്കണം. ആട്ടമാവില്ല എന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. വറുത്ത അരിപ്പൊടി ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാൻ. ആദ്യം നന്നായിട്ട് നമുക്കൊരു വിസ്ക് ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ട ഒട്ടും പിടിക്കാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. കുറച്ച് വെള്ളം വീതം ചേർത്ത് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ആദ്യം ഫുള്ള് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ നിൽക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഏകദേശം ഞാനൊരു 1.5 കപ്പോളം വെള്ളം ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ചേർത്തന്നേ ഉള്ളൂ. ദോശയുടെ ബാറ്ററിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടിരിക്കും. അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഇതുപോലെ നമുക്ക് ബാറ്ററിനകത്തോട്ട് മുക്കി ഒന്ന് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. കണ്ടോ? ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. ആദ്യം ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചേക്കണം. പിന്നീടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. അധികം നേരമൊന്നും വേണ്ട. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കുക്കായി കിട്ടും. അങ്ങനെ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമ്മളിതിനകത്തോട്ട് അരിപ്പൊടി ചേർക്കുന്നതുകൊണ്ട് നല്ല ക്രിപ്സിയോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും വേണം. ഇനി മറ്റൊരു വീഡിയോ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ